ഇന്ത്യയിൽ മുഴുവൻ പ്രശ്നമാണ്. ഇന്ത്യയിലെ ആകപ്പാടെ എല്ലാം കുഴപ്പത്തിലാണ്. ഇന്ത്യ ഇതാ മൂക്ക് കുത്താൻ പോകുന്നു, കൂപ്പ് കുത്താൻ പോകുന്നു, ഇന്ത്യയിലേക്ക് ആരും വരരുത്, ഇന്ത്യയിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹങ്കർ ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നു. അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയെക്കാളും പോഷകസമൃദ്ധമായ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന രാജ്യങ്ങളാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ ഒരുപാട് പുറകിലാണ്. ഇന്ത്യയിലുള്ള ആളുകളൊന്നും ഹാപ്പി അല്ല, എല്ലാവർക്കും ഭയങ്കര ദുഃഖമാണ്. അതുപോലെ ഇവിടുത്തെ പ്രസ് ഫ്രീഡം തീരെയില്ല, ഇവിടെ മാധ്യമങ്ങൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല എന്നൊക്കെ പടച്ചു വിടുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പിന്നെ അന്തർദേശീയ സ്വാർത്ഥ താല്പര്യമുള്ള സ്ഥാപിത താല്പര്യമുള്ള ആളുകളും ചേർന്നിട്ടാണ്. വലിയൊരു നെക്സസ്, വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇന്ത്യയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ട്, അത് ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് അങ്ങനെ ഉയർത്തിക്കാട്ടി ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഇവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ ഒരു പാനിക്നെസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വലിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥാപിത താല്പര്യങ്ങളും അജണ്ടയും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിരുന്നു പെഹൽഗാം ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തിനെ മുതലെടുക്കാനായിട്ട് ഇവർ കാര്യമായിട്ട് ശ്രമം നടത്തിയെന്നുണ്ടെങ്കിലും വിജയിച്ചില്ല. അതിനു മുമ്പേ ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ അടിച്ച് ഓട്ടിച്ച് നാശമാക്കി കളഞ്ഞു. പക്ഷെ അപ്പോഴും ഇങ്ങനെയുള്ള ഈ അജണ്ടിസ്റ്റുകൾക്ക് യാതൊരുവിധ ക്ഷാമവും ഉണ്ടായില്ല. അവർക്ക് തീറ്റ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്നു. ഇതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള, അതാണ് ഈ 2 ഫ്രണ്ട് വാർ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന് നമ്മുടെ മിലിറ്ററി ചീഫ് ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞത്. അപ്പോൾ ഈ 0.5 ഫ്രണ്ട് ഇന്ത്യക്കകത്തുള്ളവരാണ്. ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും അല്ലാത്ത ചില സ്ഥാപിത താല്പര്യമുള്ള രാജ്യദ്രോഹ മെൻറ്റാലിറ്റിയുള്ള കുറച്ച് ആളുകളും ചേർന്നിട്ട് വലിയ വലിയ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ടയാണ് അഴിച്ചുവിടുന്നത്. ഇതിൽ സത്യമുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു, ഇത് പരിപൂർണമായിട്ടും അസത്യം മാത്രം പ്രചരിപ്പിക്കുക. അതിനിടയ്ക്ക് വന്നായിരുന്നു ഇവിടെ ഒരു 8, 10, 15 വിമാനങ്ങളൊക്കെ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ. നമ്മുടെ സൈനിക മേധാവികൾ തന്നെ നേരിട്ട് മുന്നോട്ട് വന്ന് ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊരു യുദ്ധത്തിലും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, സാധാരണമാണ്. അത് ഏത് യുദ്ധത്തിലും, റഷ്യയുടെ കാര്യത്തിലായാലും ഇസ്രായേലിൻ്റെ കാര്യത്തിലായാലും യുക്രൈൻ്റെ കാര്യത്തിലായാലും ഏത് രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സംഭവിക്കുകയും ചെയ്യും. ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും രക്ഷയില്ല. അപ്പോഴാണ് ട്രംപിൻ്റെ ഇടപെടൽ, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വെടിനിർത്തലിനകത്ത് ട്രംപ് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞൊരു പ്രൊപ്പഗണ്ടയും കൊണ്ട്. പിന്നെ ഒരു വാപോയ കോടാലിയാണ് ട്രംപ്, ഒരു എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം. എവിടെ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം ഇന്ത്യയാണെന്ന് പറയുന്ന ഒരു സ്വഭാവം ആ മനുഷ്യനുള്ളതും കൂടെ ചേർത്തിട്ട് ഈ ആളുകൾ ഒരുപാട് അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ട് ഇന്ത്യയെ കരുതേച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തെ കരുതേച്ച് കാണിക്കാൻ, ഇന്ത്യൻ മിലിറ്ററിയെ കരുതേച്ച് കാണിക്കാനായിട്ടുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പുതിയ ഒരു തീറ്റ ഇവരുടെ വായിലേക്ക് കിട്ടുന്നത്. എന്താണ്? G7 നിന്നും ഇന്ത്യയെ പുറത്താക്കി. ആര് പുറത്താക്കി? ട്രംപ് പുറത്താക്കി. എന്തുകൊണ്ട് പുറത്താക്കി? ട്രംപിന് ഇന്ത്യയോട് ഭയങ്കര കലിപ്പാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് എന്താ, ഇന്ത്യയെ ഇതുവരെ കൈപിടിച്ചുയർത്തി 2017 മുതൽ ഇന്ത്യയെ കൈപിടിച്ചുയർത്തി ഒരു വികസിത രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ട്രംപിൻ്റെ ഒരൊറ്റ ആളുടെ പരിശ്രമം കൊണ്ടാണ്. ഇപ്പം ട്രംപ് ഇന്ത്യയെ കൈവിട്ടിരിക്കുന്നു. ഡ്രോപ്ഡ് ലൈക്ക് എ ഹോട്ട് പൊട്ടേറ്റോ എന്നൊക്കെ പറയുന്ന പോലെ കൈവിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ കാര്യം പോക്കാണ്, ഇന്ത്യയെ എടുത്ത് ദൂരെ കളഞ്ഞു എന്നൊക്കെയാണ് ഓരോ മാധ്യമങ്ങളിലിരുന്ന് ഓരോരുത്തർ പറയുന്ന വാചകങ്ങൾ. അവിടെയും നിന്നില്ല. ഇനിയുള്ള അന്താരാഷ്ട്ര ഫോറത്തിൽ നിന്നെല്ലാം ട്രംപ് ഇന്ത്യയെ എടുത്ത് വെളിക്കളയാൻ പോവുകയാണ്. അതോടെ ഇന്ത്യയുടെ സകല പുരോഗതികളും സകല കാര്യങ്ങളും അവതാളത്തിലാകാൻ പോവുകയാണ്, ഇന്ത്യ അവസാനിക്കാൻ പോവുക എന്നുള്ള രീതിയിൽ. ഇതൊക്കെ എനിക്ക് വൈറ്റ് ഹൗസിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ആണെന്ന് വരെ തള്ളിമറിക്കുന്ന മലയാളികൾ വരെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യകരമായ കാര്യം. ഇനി G7 നിന്ന് ഇന്ത്യയെ പുറത്താക്കി എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് എടുത്തത്. ആര് പുറത്താക്കി? അതിന് പുറത്താക്കാനായിട്ട് ഇന്ത്യ ഒരു കാലത്തും G7 അംഗമല്ലായിരുന്നല്ലോ. G7 അംഗങ്ങളെന്ന് പറയുന്നത് 7 പേരാണ്. ഗ്രൂപ്പ് ഓഫ് 7 എന്നാണ് അതിൻ്റെ പേര്, അതിൻ്റെ വ്യാഖ്യാനം. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഈ 7 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് G7 എന്ന് പറയുന്നത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എക്കണോമിക് പോളിസി, ഗ്ലോബൽ സെക്യൂരിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉദ്ദേശിച്ചിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള 7 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. ഇപ്പം നമ്മുടെ ക്വാഡ് കൂട്ടായ്മ എന്ന് പറയുന്ന ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നൊക്കെ പറയുന്നത് ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്ന് ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്. ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതിൽ പുതിയ അഡീഷൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു എക്കണോമിക് കോഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ ലോകമെമ്പാടുമുണ്ട്. ഇന്ത്യ ഒരു കാലത്തും ഈ G7 കൂട്ടായ്മയിലെ അംഗമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് G7 നിന്ന് ഇന്ത്യയെ പുറത്താക്കുന്നത്? ചോദ്യം നമ്പർ 1. അപ്പോൾ ഇവിടെ പറയുന്ന മറ്റൊരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മുതൽ ഇന്ത്യ G7 ഒരു സ്ഥിരം ക്ഷണിതാവാണ്. ക്ഷണിതാവെന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാം. പിന്നെ ഒരുപാട് ലോക നേതാക്കൾ വരുമ്പോൾ അവരായിട്ട് സംസാരിക്കാം, ചർച്ച ചെയ്യാം, ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം.
ഇങ്ങനെ ഒരു കാര്യത്തിൽ 2019 മുതൽ സ്ഥിരമായിട്ട് ഇന്ത്യ 6 വർഷമായിട്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യമില്ല എന്ന് പറയുന്നതിൽ ചെറിയൊരു അസത്യമുണ്ട്. 2019 ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്വന്തം താല്പര്യപ്രകാരമാണ് ഇന്ത്യയെ G7 വിളിക്കുന്നത്. കാരണം നമ്മൾ റഫാൽ ഡീലും എല്ലാം നടത്തി ഫ്രാൻസുമായിട്ട് ഒരുപാട് ബിസിനസ് നടത്തുമ്പോൾ ഫ്രാൻസിന് ഒരുപാട് ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിൻ്റെ സ്വന്തമായ താല്പര്യത്തിൻ്റെ പുറത്താണ് ഇന്ത്യയെ G7 വിളിക്കുന്നത്. അതിനുശേഷം 2020 G7 ഉച്ചകോടി നടക്കേണ്ടത് അമേരിക്കയിലായിരുന്നു. കോവിഡ് വന്നു. ആ പ്രശ്നം കാരണം ആ G7 2020 നടന്നില്ല. 2021 ഇത് ഇംഗ്ലണ്ടിൽ വെച്ച് UK വെച്ചാണ് നടക്കുന്നത്. അപ്പം UK ഇന്ത്യയുമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. തന്നെയല്ല 2019 ഫ്രാൻസ് ഓൾറെഡി ഇന്ത്യയെ വിളിച്ചു കഴിഞ്ഞ. അപ്പോൾ അങ്ങനെ UK 2021 ഇന്ത്യയെ G7 ഇൻവൈറ്റ് ചെയ്തു. 2022 ഹോസ്റ്റ് നേഷൻ ജർമ്മനി ആയിരുന്നു. ജർമ്മനിക്ക് ഇന്ത്യയുമായിട്ട് ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഡിഫൻസ് ഡീലായാലും സിവിൽ ഡീലായാലും. അങ്ങനെ തീർച്ചയായിട്ടും ജർമ്മനിയും 2022 ഇന്ത്യയെ അതിലേക്ക് വിളിക്കുകയുണ്ടായി. 2023 ജപ്പാനിലാണ് ഇത് നടക്കുന്നത്. ജപ്പാനും ഇന്ത്യയുമായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പിലാണ്. പ്രത്യേകിച്ച് ഒരു കോമൺ എനിമി ചൈന അപ്പുറത്ത് കിടക്കുമ്പോൾ ജപ്പാനിലും ഇന്ത്യയുമായിട്ട് ഒരുപാട് ബിസിനസ് അല്ലെങ്കിൽ സഹകരണ താല്പര്യങ്ങളുണ്ട്. ജപ്പാനും ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യുകയുണ്ടായി. 2024 ഇത് നടക്കുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലിയുമായിട്ട് നമ്മുടെ ബന്ധം എന്താണെന്നുള്ളത് എല്ലാവർക്കും വളരെ ശക്തമായിട്ട് തന്നെ അറിയാം. നാച്ചുറലി ഇറ്റലിയും ഇന്ത്യയെ 2024 G7 ഉച്ചകോടിയിലേക്ക് വിളിച്ചു. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ് നേഷൻ ആരാണോ അവരാണ് ആരെയൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കണം, ആരെയൊക്കെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ച വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷമായിട്ട് ഇന്ത്യയെ വിളിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ത്യ മാത്രമായിരുന്നു ഇൻവൈറ്റഡ് ഗസ്റ്റ് എന്ന്. അല്ല, 2024 ഇറ്റലിയിൽ നടക്കുമ്പോൾ അവിടെ 12 രാജ്യങ്ങൾ ഇൻവൈറ്റഡ് ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. അൾജീരിയ, അർജന്റീന തുടങ്ങി ബ്രസീൽ, ഇന്ത്യ, ജോർഡൻ, കെനിയ, മൗറിറ്റാനിയ, തുണീഷ്യ, ടർക്കി, പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുക്രൈൻ, വത്തിക്കാൻ സിറ്റി, ഇങ്ങനെ 12 പേര് 2024 ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഗസ്റ്റായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ആ 12 രാജ്യങ്ങളിൽ ഇപ്പോൾ 2 പേരെ പങ്കെടുക്കുന്നുള്ളൂ, യുക്രൈനും ബ്രസീലും മാത്രം. ബാക്കി 10 പേര് അതിൻ്റെ പുറത്തേക്ക് പോയി. അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രൊപ്പഗൻഡിസ്റ്റുകൾ പറയുന്നത് പ്രകാരം അമേരിക്ക ട്രംപിൻ്റെ കലിപ്പ് കാരണം ഇന്ത്യ ഒഴിവാക്കിയതാണെങ്കിൽ അമേരിക്ക തന്നെ ആയിരിക്കുമല്ലോ ഈ അൾജീരിയനെയും അർജന്റീനയെയും പിന്നെ ജോർഡനെയും കെനിയയും മൗറീഷ്യസ്, ടുണീഷ്യ, ടർക്കിയൊക്കെ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, നാറ്റോ അംഗമാണ്. പിന്നെ UAE അമേരിക്കയൊക്കെ ആയിട്ട് വളരെ ബന്ധമുള്ള രാജ്യങ്ങളാണ്. വത്തിക്കാൻ സിറ്റിയിൽ ഇപ്പോഴും പോപ്പ് മരിച്ച സമയത്ത് അമേരിക്കക്കാരുടെ ട്രംപിൻ്റെ അടക്കം സജീവമായ സഹകരണമൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയത് അമേരിക്ക പറഞ്ഞിട്ടാണ്? അല്ല. കാനഡ അവർക്ക് ബിസിനസ്സിന് നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ തിരഞ്ഞുപിടിച്ച് അവരെ മാത്രം വിളിച്ചു. ഇന്ത്യയും കാനഡയുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതല്ല. അതുകൊണ്ട് കാനഡ പറഞ്ഞു ഇന്ത്യ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ത്യ വിളിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഇന്ത്യ എന്നാലും കാനഡയിൽ പോകാനായിട്ട് വലിയ താല്പര്യവും കാണിച്ചിട്ടില്ല. കാരണം അവിടെ ഓൾറെഡി ഈ ഖാലിസ്ഥാൻ പ്രശ്നമൊക്കെ വളരെ തീവ്രമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഇവിടുന്ന് വലിയൊരു ഡെലിഗേഷൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർക്കെതിരെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാനഡ വിളിച്ചാലും ഇന്ത്യ പോകാൻ സാധ്യതയില്ല എന്നുള്ള വാർത്തകളും നേരത്തെ വന്നിട്ടുണ്ട്. അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഏതായാലും ഇൻവൈറ്റീസിൻ്റെ ലിസ്റ്റിൽ ഇന്ത്യ ഇല്ല. എന്ന് മാത്രമല്ല വെറും 5 രാജ്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2024 ഉണ്ടായിരുന്ന 2 രാജ്യങ്ങളും, അതായത് യുക്രൈനും ബ്രസീലും, അല്ലാതെ പുതിയ 3 രാജ്യങ്ങളും, അത് ഓസ്ട്രേലിയ, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ്. കാരണം കാനഡയ്ക്ക് ബിസിനസ് താല്പര്യങ്ങൾ പ്രധാനമായിട്ട് ഇവരുമായിട്ട് ഉള്ളതുകൊണ്ട് അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ ട്രംപിൻ്റെ കലിപ്പാണ്, ട്രംപിന് ഇന്ത്യയെ വേറെ ഒരു ഫോറത്തിലും അടുപ്പിക്കില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്, ശുദ്ധ ബാലിശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ സമ്പൂർണ്ണമായിട്ടും ഹോസ്റ്റ് നേഷൻ്റെ തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രമാണ്. ഇനി അമേരിക്ക കാനഡയെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം എന്നൊരു തിയറി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര ഊഷ്മളമല്ല. ട്രംപ് കയറിയതിന് ശേഷം ഒരുപാട് താരിഫിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കാനഡയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ട്രംപ് പറഞ്ഞാൽ ഉടനെ കാനഡ അനുസരിക്കുന്ന രീതിയിലല്ല. എന്ന് മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളും ട്രംപ് പറഞ്ഞാൽ അനുസരിക്കുന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇപ്പം മാറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ എല്ലാവരും ശിരസ വഹിക്കുമായിരുന്നു, അനുസരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ട്രംപ് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു. 24 മണിക്കൂറിനാണ്. നിന്നില്ല. 2 പേരും ആക്രമിക്കുന്നുണ്ട്. അസലായിട്ട് യുക്രൈനും ആക്രമിക്കുന്നുണ്ട്, റഷ്യയും ആക്രമിക്കുന്നുണ്ട്. യുക്രൈൻ അമേരിക്കയിൽ പോയി ട്രംപിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പോയി പണി നോക്കണം. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം നിർത്തിക്കുമെന്ന് പറഞ്ഞു. നിന്നില്ല. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നുണ്ട്. അവിടെയാണ് ട്രംപ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇവിടെ നമ്മൾ തൽക്കാലം ഒരു വെടിനിർത്തൽ നടത്തി. ആ വെടിനിർത്തൽ ഞാൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് 8 കാലം മുന്നേ ചമയാൻ വന്നപ്പോൾ ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞു ട്രംപിൻ്റെ യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഇതിലില്ല.
എന്ന് മാത്രമല്ല പാകിസ്ഥാൻ പല ആവർത്തി കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ പിന്മാറിയിരിക്കുന്ന അല്ലെ താൽക്കാലികമായിട്ട് വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നത് എന്ന്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും ഇതൊന്നും വേണ്ട, യുദ്ധം നിർത്തിക്കൂടെ എന്ന്. നമ്മുടെ പ്രധാനമന്ത്രി റഷ്യയിൽ പോയിട്ട് വ്ളാഡിമിർ പുതിനോട് പറഞ്ഞു ഈ യുദ്ധം ഒന്ന് നിർത്തിക്കൂടെ എന്ന്. യുക്രൈനിൽ പോയിട്ട് സെലൻസ്കിയോട് പറഞ്ഞു ഇതൊന്നും നിർത്തിക്കൂടെ, യുദ്ധമൊന്നിന് പരിഹാരമല്ല എന്ന്. ആ സമയത്തൊക്കെയാണ് അവർ ഗതികടന്ന് യുദ്ധം നിർത്തിയിരുന്നെങ്കിൽ മോദി പറഞ്ഞിട്ട് നിർത്തിയെന്ന് അവകാശപ്പെടാൻ പറ്റൂ. ട്രംപ് എത്ര പ്രാവശ്യം പറയുന്നു, അതിലധികം പ്രാവശ്യം നമ്മൾ ഡിനൈ ചെയ്തു. ട്രംപ് ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല, ഇത് നമ്മുടെ സ്വന്തം തീരുമാനമാണ് എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞു. ഇത് ട്രംപിന് വളരെ വലിയൊരു നാണക്കേടായി. ട്രംപിന് അതിലുകൊണ്ട് കലിപ്പുമുണ്ട്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതിനു മുമ്പ് ട്രംപ് കയറിയപ്പോൾ തന്നെ ട്രംപിനൊരു സ്വഭാവമുണ്ട്, ആരോടും നേരെ ഒരു സോഫ്റ്റ് ലാംഗ്വേജിൽ സംസാരിച്ച് കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിക്കുക എന്നുള്ള ഒരു രീതിയല്ല, ഒരു കുറച്ചും കൂടെ ഞാൻ എന്നുള്ളൊരു ഭാവമാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഞാൻ താരിഫ് ഏർപ്പെടുത്തും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. ഇന്ത്യക്ക് നേരെയും 26% താരിഫ് ഉണ്ടാക്കി. ചൈനയ്ക്ക് നേരെ 100% വരെ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ചൈന അമേരിക്കയ്ക്കെതിരെ 120% താരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ ചൈന പറഞ്ഞ് നീ പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ട്രംപിൻ്റെ പുറകെ പോയില്ല. കാനഡ അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഏർപ്പെടുത്തുകയും പിന്നീട് അത് പിൻവലിക്കുകയും അല്ലെങ്കിൽ അതൊന്ന് ഡിലേ ചെയ്യുകയും ഒക്കെ ചെയ്ത ഈ പറഞ്ഞ പോലെ തിരിച്ചു പോകുന്ന തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം പോലെയുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യക്കെതിരെ 26% റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇന്ത്യ പതുക്കെ ഡിഫെൻസീവ് റോളിലായിരുന്നു. ഇത്രയും നാളും അമേരിക്കയോടും മറ്റുള്ള രാജ്യങ്ങളോടും ഒക്കെ നിന്നുകൊണ്ടിരുന്ന കുറച്ച് ഡിഫെൻസീവ് റോളിലായിരുന്നു. ഇന്ത്യ കുറച്ച് ഒഫൻസീവ് മോഡിലേക്ക് പോയി. WTOയിൽ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യ പരാതി കൊടുത്തു. അപ്പം ആ ഡിഫെൻസീവ് മോഡിൽ നിന്നും ഒഫൻസീവ് മോഡിലേക്ക് ഇന്ത്യ മാറി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏറാൻ മൂളിയായിട്ട് ഇന്ത്യ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ട്രംപിന് തീർച്ചയായിട്ടും കലിപ്പുണ്ടാവാനുള്ള രണ്ടാമത്തെ കാരണം ആയിരുന്നു അത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് ടെൻഷൻസ്, ഇതൊന്നും കൂടാതെ അമേരിക്കയിലെ കോടതിയിൽ തന്നെ ഈ താരിഫിൻ്റെ പ്രശ്നം കേസായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ കോടതി തന്നെ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വലിയ താരിഫ് കളിയൊന്നും വേണ്ട, നമുക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നടത്തണമെന്ന് പറഞ്ഞു. അതിനെതിരെ അമേരിക്ക ഇപ്പോൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു വിഷയമായിട്ട് കീറാമുട്ടിയായിട്ട് കിടക്കുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു US കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയെ പ്രത്യേകം കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, വെറുതെ അമേരിക്കയുടെ തൊലി ഇന്ത്യ ചൊറിയുന്ന ഒരു പരിപാടിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നു. USSRൻ്റെ കാലഘട്ടം മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്നാണ് അവിടെ നിന്നാണ് ആയുധങ്ങൾ വാങ്ങുന്നത്, അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം അമേരിക്കയിൽ നിന്ന് ഒരു ശകലമൊക്കെ വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി എന്താ പറയുക കലിപ്പ് കുറഞ്ഞ് നിൽക്കുകയാണ് എന്നും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു സംസാരമാണ്. അമേരിക്ക നമ്മളെ എന്നാണ് സഹായിച്ചിട്ടുള്ളത്, ഏത് അവസരത്തിലാണ് സഹായിച്ചിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക അന്നും ഇന്നും നമ്മളെ ചതിച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ MQ-9 ഡ്രോണിൻ്റെ ഡീല് നമുക്ക് ഇനിയും കിട്ടാൻ ബാക്കിയുണ്ടല്ലോ, അവർ തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ. ലോജിസ്റ്റിക്സ് പ്രോബ്ലം എന്നുള്ള എക്സ്ക്യൂസ് പറയുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ GEയുടെ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ഡീല് നമുക്കറിയാം. നമ്മുടെ ഈ തേജസ് പ്രോഗ്രാം പൂർണ്ണമായിട്ടും മുടങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം അമേരിക്കയിലെ GE എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഡീലുണ്ടാക്കി അവർ സമയത്തിന് എഞ്ചിൻ സപ്ലൈ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിച്ചു. ഇവിടെ കട്ടപ്പ ബാഹുബലിയെ കുത്തിയ പോലെ ട്രംപ് നമ്മളെ പുറകിൽ നിന്ന് കുത്തുന്ന പരിപാടിയല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ഇവരെ വിശ്വസിക്കണം ഇങ്ങനെ ഓരോ കാര്യത്തിലും. അതുപോലെ തന്നെ ബൈഡൻ്റെ കാലത്ത് പാകിസ്ഥാന് വേണ്ടിയിട്ട് $450 ബില്യൺ സാങ്ഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ട്രംപ് ഇന്ത്യയുടെ ഒരു കൂട്ടുകാരനാണ്, സഹായിയാണ്, അത് ബ്ലോക്ക് ചെയ്യുമെന്ന്. പക്ഷേ ട്രംപ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറഞ്ഞ എന്താണ്, പാകിസ്ഥാനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു കണ്ടീഷനായിട്ട് F-16 ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുത് എന്ന്. പാകിസ്ഥാൻ എന്നിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഉപയോഗിച്ചപ്പോൾ ട്രംപ് എന്തെങ്കിലും പറഞ്ഞില്ല. എന്ന് മാത്രമല്ല ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള ടെക്നോളജിക്കൽ അസിസ്റ്റൻസും തരില്ല. പക്ഷേ ഇവിടുന്ന് അവർക്ക് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ കാശ് വേണം, ഇന്ത്യ ഇങ്ങനെ ഏറാമൂളിയായിട്ട് നിൽക്കണം, ഇന്ത്യയുടെ തോളത്ത് വെച്ച് ചൈനയ്ക്കിട്ട് പണി കൊടുക്കണം. ഇത് മാത്രമേ ട്രംപിന് ഇന്ത്യക്കുള്ള ആവശ്യമുള്ളൂ. അവിടെ ഫ്രണ്ട്ഷിപ്പ് സമ്പൂർണ്ണമായിട്ടും അഭിനയിക്കുന്നതാണ്. 1947 ശേഷം ആ ഒരു കാലഘട്ടം മുതലേ നമ്മൾ അമേരിക്കയോട് ആയുധങ്ങൾ ചോദിച്ച് പുറകെ നടന്നിട്ടുണ്ട്. കാരണം അവരുടെ വളരെ ആധുനികമായ പാറ്റൻ ടാങ്കുകളും വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകളും എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളതെല്ലാം ചോദിച്ചു. പൈസ തരാമെന്നും പറഞ്ഞാണ് ചോദിക്കുന്നത്, അല്ല വെറുതെ അല്ല, കടമായിട്ടല്ല, ഭിക്ഷയായിട്ടല്ല, തരില്ല എന്ന് പറഞ്ഞു. തരാതെ ഇതെല്ലാം പാകിസ്ഥാന് കൊണ്ടുപോയി കൊടുത്തു. ഏറ്റവും ആധുനികമായിട്ടുള്ള ടാങ്ക് കൊടുത്തു. അന്നത്തെ കാലഘട്ടത്തെ സാബർ ജെറ്റുകൾ 1971 ലോകത്തിലെ ഏറ്റവും നല്ല വിമാനങ്ങളിലൊന്നായിരുന്നു യുദ്ധവിമാനങ്ങൾ. അത് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്ക പാകിസ്ഥാന് F-16 വിമാനങ്ങൾ കൊടുക്കുകയുണ്ടായി. AIM-120 എയർ ടു എയർ മിസൈലുകൾ വരെ, ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലുകൾ വരെ കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്നും അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഈ സമയത്തെല്ലാം ഇന്ത്യയുടെ കൂടെ നിന്ന് ഇന്ത്യയെ സഹായിച്ചിട്ടുള്ളത് USSR ആണ്. USSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അപ്പോൾ അന്ന് ഇത്രയും രാജ്യങ്ങളെല്ലാം ഉള്ള ഒരു കൂട്ടായ്മയായിരുന്നു. പിന്നീടാണ് അതെല്ലാം സെപ്പറേറ്റായി റഷ്യയും
യുക്രൈനും അങ്ങനെയുള്ള മറ്റ് പല രാജ്യങ്ങളുമായിട്ട് മാറുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ കാശ് അമിതമായിട്ട് മേടിക്കാതെ ബാർട്ടർ സിസ്റ്റം പോലെ അവരിവിടുന്ന് അരിയും ഗോതമ്പും തേയിലയും സുഗന്ധദ്രവ്യങ്ങൾ കുരുമുളകും ഒക്കെ മേടിച്ച് ഏലക്കായും ഒക്കെ മേടിച്ച് അതിന് പകരമായിട്ടാണ് നമുക്ക് വിമാനങ്ങളും മറ്റുള്ള സൈനിക ആയുധങ്ങളും നൽകിയിരുന്നത്. പിന്നെ പണമായിട്ടുള്ള ട്രാൻസാക്ഷൻ പോലും, കാരണം ഇന്ത്യയിലന്ന് ഡോളറിൻ്റെ വലിയ ശേഖരമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഇന്ത്യൻ രൂപയിൽ ട്രേഡിങ് അന്ന് റഷ്യ അനുവദിച്ചു എന്നുള്ളതാണ്. നമ്മൾ റഷ്യയുമായിട്ട് ക്രയവിക്രയം നടത്തിയിരുന്നത് ഇന്ത്യൻ രൂപയിലും അതുപോലെ തന്നെ ഈ ബാർട്ടർ സിസ്റ്റത്തിലുമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയുടെ മിലിറ്ററിയെ ഡെവലപ്പ് ചെയ്ത് ഇത്രയും എത്തിക്കാനായിട്ട് റഷ്യ സഹായിച്ചതും. ഇന്നും 65% ഇന്ത്യൻ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് റഷ്യൻ ആണെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. അതുപോലെ തന്നെ ഫ്രാൻസുമായിട്ട് നമുക്ക് പണ്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ പിന്നീട് വന്ന കാലഘട്ടത്തിലാണ് നമ്മൾ അമേരിക്കയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് അമേരിക്ക ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. F-35 തരാം കണ്ടീഷൻ പറഞ്ഞു. പക്ഷേ അതിന് നിങ്ങൾ F-16 F-21 ഒക്കെ മേടിച്ച് അതിനുള്ള വാതിൽ ഓപ്പൺ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ F-35 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾ തരുമ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് തരില്ല, അതിൻ്റെ സകലമാന കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കും. അപ്പോൾ എന്ത് കാരണവശാലാണ് ഇന്ത്യ അമേരിക്കയെ വിശ്വസിക്കേണ്ടത്? അമേരിക്ക എന്നും ഇന്ത്യയെ ചതിച്ചിട്ടേ ഉള്ളൂ, ബിട്രേ ചെയ്തിട്ടേ ഉള്ളൂ. അത് ഇന്ത്യക്ക് മാത്രമുള്ള അനുഭവമല്ല, മറ്റ് പല രാജ്യങ്ങൾക്കും ഉള്ള അനുഭവമാണ്. പിന്നെ കലിപ്പ് കൂടാൻ വേറൊരു കാര്യമുണ്ട്. അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടിയായിരുന്നു പാകിസ്ഥാനിൽ ഒരുപാട് ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്തത്. അത് അമേരിക്കയും കൂടെ ചേർന്ന് സ്റ്റോർ ചെയ്തതായിരുന്നു എന്നും പറയുന്നുണ്ട്. കാരണം അമേരിക്ക ടർക്കിയിൽ കുറേ ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് റഷ്യക്കിട്ട് ഉപയോഗിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ചൈനക്കിട്ടും ഇന്ത്യക്കിട്ടും ഉപയോഗിക്കാനായിരിക്കും ഈ പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അതും ആരോ പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഉപയോഗശൂന്യമായപ്പോൾ ആ പടം നാണക്കേട് മാത്രമല്ല ധനനഷ്ടവും അവരുടെ ഉദ്ദേശനഷ്ടവും എല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കലിപ്പും ട്രംപിന് ഇന്ത്യയോടുണ്ട്. അതുകൊണ്ട് ഇന്ത്യനെ അങ്ങ് മൂക്കി കെട്ടിക്കളയാമെന്ന് അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം 2017 മുമ്പോ അല്ലെ 2019 മുമ്പോ ഇന്ത്യ വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 2017 മുമ്പ് 2019 മുമ്പോ ഒക്കെ തന്നെ ഇന്ത്യയിൽ വളർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ട്രംപ് വന്ന് കൈപിടിച്ച് ഉയർത്തി എന്നൊക്കെ ചില ആളുകൾ വെറുതെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ എക്കണോമിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യ വളർന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്, ഇന്ത്യയിൽ ഒരുപാട് പൈസയുണ്ട്, ഇന്ത്യയിൽ താല്പര്യമുണ്ടാകുന്നതും ഇന്ത്യയോട് കൈ കോർക്കാനായിട്ട് ഇവർ മുന്നോട്ട് വരുന്നതും. അല്ല, ട്രംപ് അല്ല ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത്. ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യയെ ബിൽഡ് ചെയ്തത് ഇന്ത്യക്കാർ തന്നെയാണ്. അത് ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ഡ്രോപ്പിംഗ് ലൈക്ക് എ ഹോട്ട് പൊട്ടേറ്റോ എന്ന് പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ട്രംപ് വിചാരിച്ചാലൊന്നും ഇന്ത്യ താഴേക്ക് പോകാൻ പോകുന്നൊരു രാജ്യവും അല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ തല കുലിച്ചിട്ടില്ല, കുമ്പിട്ട് നിന്നിട്ടില്ല, മുട്ടിലെറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് സംഭവിക്കുന്നില്ല, ഇനിയുള്ള കാലവും അതുണ്ടാവില്ല. ഇന്ത്യ സ്വന്തം കാലിൽ അഭിമാനത്തോടു കൂടി നിൽക്കും. എല്ലാവരുമായിട്ടും നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കും ഈക്വൽ ടേംസിൽ. അല്ലാതെ ഇന്ത്യയുടെ മുകളിൽ കയറിയ ഒരാൾ ഇരുന്നിട്ട് ഇന്ത്യയുമായിട്ട് ടേംസ് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അത് അനുവദിച്ചിട്ടില്ല, അനുവദിക്കുന്ന സ്വഭാവവും ഇന്ത്യക്കില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 12 രാജ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം G20 ഇൻവൈറ്റീസ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ 10 പേരെയും ഒഴിവാക്കി അതിൽ നിന്ന് 2 പേരെയും വേറെ 3 പേരെയുമാണ് കാനഡ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സമ്പൂർണ്ണമായിട്ടും കാനഡയുടെ ചോയ്സാണ്. അതിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായിട്ടുള്ള ടർക്കിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലും ഇപ്രാവശ്യം കാനഡയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥകളുമായിട്ട് വന്നിട്ട് നമ്മുടെ നാടിനെ താറടിച്ച് കാണിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് നമ്മുടെ ജനം അംഗീകരിക്കാൻ പോകുന്നില്ല, അതിനെ നമ്മൾ വിശ്വസിക്കാനും പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.